ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ നേരത്തെ കണ്ടതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോകട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന പോലെ നൈറ്റ് ഇൻ മൈ ലൈഫ് ഒരു വ്ളോഗും കൂടി എടുക്കാം. അങ്ങനെ അങ്ങനെ നല്ല വീഡിയോസൊക്കെ കിട്ടിയാൽ വ്ളോഗായിട്ട് ഇടാം, അല്ലേ വേണ്ട എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ശരിക്കും. അപ്പം ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴാനൊന്നുമല്ല. ഞങ്ങൾ ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും കൂടെ കൂടുമ്പം പോകുന്നൊരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത്. അവിടെ പോയി നൈറ്റ് കുറച്ച് നേരം ഇരിക്കുക, സ്പെൻഡ് ചെയ്ത് കടയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങി തിരിച്ചു പോരും. അതാണ് പതിവ്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുരുവായൂർ അമ്പലത്തിലെത്തിയപ്പം നിങ്ങൾ നേരത്തെ കണ്ട പോലെ ഏകദേശം 12:30 ആയി ഞങ്ങളവിടെ എത്തിയപ്പം. അപ്പം ഇതിന് മുന്നേ ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നൊക്കെ എൻ്റെ അനിയന്മാരും അനിയത്തിമാരാണ്, എല്ലാവരും എന്നെക്കാളും താഴെയാണ് കേട്ടോ. പിന്നെ ഇത് പ്രസാദം കൊടുക്കാനുള്ള ഡബ്ബയാണ് കേട്ടോ. ഇത് കാണുന്ന ക്ലോക്ക് റൂമിൽ പണ്ട് ഞാൻ എൻ്റെ ഒരു ചെരുപ്പ് വെച്ച് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ആ കഥയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഞാൻ വെച്ചിട്ട് എനിക്ക് തന്ന സ്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി. പിന്നെ അവർ 2 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 2 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ഉണ്ടായത് കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് പുതിയ ഹീൽ ചപ്പൽ അവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ കളിയാക്കുന്നുണ്ട് ഇടയ്ക്ക്, നീ നമുക്കിപ്പോൾ കയറി ചോദിച്ചാലോ അങ്ങനെയൊക്കെ. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അമ്പലത്തിൽ പോകണമെന്ന്. അപ്പം എനിക്ക് ആക്ച്വലി തൊഴാൻ വരണം എന്നായിരുന്നു. അതാ കണ്ടില്ലേ, ഈ തറയിൽ കുറേ ചേച്ചിമാരും ഈ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്ന കാണാം, റെസ്റ്റ് എടുക്കുന്ന കാണാം. അങ്ങനെ അവർ അവിടെ തന്നെ വാഷ്റൂമിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് നിർമ്മാല്യം തൊഴാൻ വേണ്ടി പോകുന്ന കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമൊന്നും എടുക്കാതെ നമുക്കും അങ്ങനെ പോവാം എന്ന് കുറച്ച് ദിവസമായി അതുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പം പെട്ടെന്ന് എല്ലാവരെയും കണ്ടപ്പം ഈ പറഞ്ഞ പോലെ എന്ന് വെറുതെ പോയിട്ട് വരാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ആരും അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 3 ആളൊഴികെ വേറെ ആരും അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഫുഡും കഴിക്കാമല്ലോ, വല്ല മസാല ദോശയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും ഇവിടെ ഈ സമയത്ത്. അപ്പം അതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിചാരിച്ചു വാഷ്റൂമിൽ പോകണം. ഞങ്ങൾ ഗേൾസ് 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വാഷ്റൂമിൽ കൂടെ പോകണമായിരുന്നു. അങ്ങനെ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ നടക്കുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന പുതിയ ക്ലോക്ക് റൂം കേട്ടോ. ഈ കാണുന്നതാണ് പുതിയ ക്ലോക്ക് റൂം. നമ്മളെ ചെരുപ്പൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് പിന്നെ നേരെ നടന്നു. അങ്ങനെ നേരെ നടന്നപ്പം ആദ്യം വിചാരിച്ചു അവിടെ ഒരു വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, വെള്ളം കുടിച്ചിട്ട് കയറാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, പോയി വന്നിട്ട് വെള്ളം കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി ആക്ച്വലി തിരിച്ച് വന്നപ്പോഴേക്കും ഇവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും എന്നെ കളിയാക്കുകയായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് ഇരുന്നാലോ എന്ന്. അപ്പം ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അപ്പുറത്ത് പോയിരിക്കുകയാണ്. അപ്പം ഈ സമയം ആയതുകൊണ്ട് തന്നെ കുറേ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അധികം ആളുണ്ടാവില്ല എന്ന്. പക്ഷേ എന്തൊക്കെയോ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേരെ മേക്കപ്പ് ചെയ്തിട്ടൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം നമുക്ക് ഇരിക്കാം, ഇരുന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവർക്കും നിന്നെപ്പോലെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും ഇഷ്ടമുണ്ടാവണമെന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ എന്നാൽ ശരി, വാ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ വാ പോവാമെന്ന്. അപ്പം ഇവർക്ക് ഈ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വേഗം ഒരു കടയിൽ കയറിയിട്ട് സോനാപ്പപ്പടി ഉണ്ടല്ലോ, ബദാം പൂടാടെ കുറച്ച് നല്ല വേർഷൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതൊരു ബോക്സ് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് വിശപ്പ് മാറാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഹോട്ടലിലും കൂടെ കയറി. ഹോട്ടലിൽ കയറിയിട്ട് കുറച്ച് പേര് പൂരിയും പിന്നെ മസാല ദോശയൊക്കെ വാങ്ങി. ഞാനൊരു പ്ലെയിൻ ദോശയാണ് കേട്ടോ വാങ്ങിയത്. അപ്പം എനിക്ക് മുടിയിൽ ആക്ച്വലി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബണ്ണ് വാങ്ങിക്കണമായിരുന്നു. ബണ്ണ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കട അന്വേഷിച്ച് നടക്കുക, പക്ഷെ ചെറിയ ബണ്ണ് വേണം എനിക്ക്. അപ്പം എനിക്ക് ആക്ച്വലി അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറേ നടന്നിട്ട് ഒരു കടയിൽ നിന്ന് കിട്ടി. പക്ഷേ അത് ഒരു മീഡിയം സൈസ് പോലത്തെയൊക്കെയാണ്. പക്ഷേ അത് കാണാൻ കുറച്ച് ക്യൂട്ടായതുകൊണ്ട് ഞാനും എടുത്തു. അവർക്ക് 2 കൂടെ വാങ്ങിച്ചു കൊടുത്തു. ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. കസിൻസും അച്ഛൻ്റെ അനിയൻ്റെയും ചേച്ചിയുടെയും അങ്ങനെയൊക്കെ മക്കളൊക്കെയാണ് കേട്ടോ. എല്ലാവരും എന്നെക്കാൾ ചെറുതാണ്, ഞാനാണ് കൂട്ടത്തിൽ വലുത് കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബണ്ണൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചായയും കൂടെ കുടിച്ചു. കുറച്ച് പേര് ചായയും ബൂസ്റ്റൊക്കെ ആയിട്ട് അങ്ങനെ കുടിച്ചു. പിന്നെ എന്താ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഉറക്കം വന്നു ഗൈസ്, ഭയങ്കര ക്ഷീണമുണ്ട്. പിന്നെ മാത്രമല്ല നാളത്തെ ദിവസം പ്രോഗ്രാം മാഹിയിലാണ് അതുവിന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കൂടെ പോവാം, എനിക്ക് ഡ്രൈവും കൂടെ ചെയ്യാമല്ലോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂട്ട് ബണ്ണ് കേട്ടോ. അപ്പം ഞാൻ പറയുമായിരുന്നു അവരുടെ അടുത്ത്, വാ നമുക്ക് പോവാം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, കുറച്ചെങ്കിലും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നാളെ ഇനി പോകാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി വാ പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ്. ആക്ച്വലി ഇപ്പം മുല്ലപ്പൂ കണ്ടപ്പം എന്നെ എല്ലാവരും കളിയാക്കി, മുല്ലപ്പൂ തല വയ്ക്കാൻ വാങ്ങിത്തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ച് വെക്കാൻ എനിക്ക് മുടി വെട്ടിയതിന് ശേഷം ഒരുപാട് തവണ എനിക്ക് മുല്ലപ്പൂ വാങ്ങി വെക്കണം എന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല, കാരണം വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് എന്താ ഇപ്പം അത് കയറി പ്രാർത്ഥിക്കും. ഈ കൂട്ടത്തിൽ അത് മാത്രമാണ് കേട്ടോ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ കയറി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ട്, ഭയങ്കര ഭക്തനാണല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്യാങ് ആയിട്ടാണ് ആക്ച്വലി നടക്കുന്നത്. ഒരു അനിയത്തിന് ഒരുത്തൻ കൂടെ കൊണ്ട് കിടക്കും, ഒരനിയത്തിന് ഒരുത്തൻ ടേക്ക് കെയർ ചെയ്തോളും. അങ്ങനെയാണ് ആക്ച്വലി നടക്കുന്നത് കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്കിനി വ്ളോഗ് എൻഡപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്കത് ഇടിച്ച് പോകാം എന്ന് പറഞ്ഞപ്പം അവർ എല്ലാവരും കൂടെ ടാറ്റ പറയുവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.